കുരിശിൽ രുധിരം ചൊരിഞ്ഞു, രക്ഷകൻ ജീവൻ വെടിഞ്ഞു. എൻ പാപശാപം എല്ലാം കളഞ്ഞു, എന്നെ രക്ഷിപ്പാൻ കനിഞ്ഞു, എന്നെ രക്ഷിപ്പാൻ കനിഞ്ഞു. എബ്രായർ 12:24 ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. രണ്ട് വ്യക്തികളുടെ രക്തത്തെപ്പറ്റി ഈ വാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് ഹാബേലിന്റെ, രണ്ട് യേശുക്രിസ്തുവിന്റെ. ഈ രണ്ട് രക്തങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിച്ച രക്തമാണെങ്കിൽ പാപികൾക്ക് വേണ്ടി കരുണയ്ക്കായി നിലവിളിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിൻ്റെത്. ഹാബേലിന്റെ രക്തം ശിക്ഷ നൽകിയ രക്തമാണ്, ഒരിക്കൽ മാത്രം സംസാരിച്ച രക്തമാണ്, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം സംസാരിച്ച രക്തമാണ്. അത് ഭൂമിയിൽ നിന്ന് സംസാരിച്ചതും ശാപം വരുത്തിയതുമായ രക്തമാണ്. എന്നാൽ ക്രിസ്തുനാഥന്റെ രക്തമോ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രക്തം, ലോകം മുഴുവനും വേണ്ടി സംസാരിക്കുന്ന രക്തം, ശാപം നീക്കിയ രക്തം, ദൈവഭവനത്തിൽ നമ്മയും ചേർത്തണയ്ക്കാൻ കാരണമായ രക്തം. പ്രിയമുള്ളവരെ, യേശുനാഥന്റെ പുണ്യാഹ രക്തത്തിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപിതാവിനെ ആരാധിക്കാൻ നമുക്ക് ഈ മനോഹരമായ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നല്ല പ്രഭാതത്തിനായി നന്ദി. അടിയങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്കായി നന്ദി. അടിയങ്ങളുടെ വീണ്ടെടുപ്പിന്റെ മഹത്വം ധ്യാനിച്ചുകൊണ്ട് ഇന്നങ്ങേ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ.